നമസ്കാരം. ഇറാനിൽ നിന്നുള്ള ചിത്രമാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ കൂടി പങ്കെടുത്ത ഒരു റാലിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇന്നലെ ഖുദ്സ് ദിനമായിരുന്നു, റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച. ഇറാനിൽ വ്യാപകമായി ഖുദ്സ് ദിന റാലികൾ പലയിടത്തും നടന്നു. പെഷസ്ക്യാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി, ദേശീയ സുരക്ഷാ സമിതി മേധാവി അലി ലാറിജാനി, ഇങ്ങനെ ദേശീയ മുഖങ്ങളെല്ലാം അണിനിരുന്ന പൊതുജന റാലികൾ ഇറാനിൽ കണ്ടു. ഇറാൻ ഫുള്ളായി തകർന്നുവെന്നും ഇനി ഒരു പരാജിത രാഷ്ട്രമാണ് എന്നും മറ്റു വഴികളില്ല എന്നും നേതാക്കളെല്ലാം പേടിച്ച് ഒളിച്ചിരിക്കുകയാണ് എന്നുമെല്ലാം പറഞ്ഞ് ട്രംപും നെതന്യാഹുവും നിരന്തര ബഡായികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് ഇറാനിൽ നിന്നുള്ള ഈ കാഴ്ചകൾ. ഉപാധികളില്ലാതെ കീഴടങ്ങുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ട്രംപിന് ഇത് കീഴടങ്ങാൻ US പോരുന്ന വരവാണോ എന്ന് സംശയിച്ചാലും കുറ്റം പറയാൻ കഴിയില്ല. അങ്ങനെയെങ്കിലും സമാധാനിക്കേണ്ടി വരുമല്ലോ. ഇറാനിൽ നിന്നുള്ള ഈ കാഴ്ച എന്തായാലും ട്രംപിന് അത്ര ശുഭകരമല്ല. ഇറാൻ യുദ്ധത്തിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവവികാസങ്ങളെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആമുഖമായി മറ്റൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ അന്താരാഷ്ട്ര സംഭവങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ അതിൽ പക്ഷപാതിത്വവും ഇസ്ലാമിക നിലപാടുകളും ഒക്കെ ആരോപിച്ച് വ്യാപകമായ മെസ്സേജുകളും കമൻറ്റുകളും റിപ്പോർട്ടിങ്ങുകളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. നേരിട്ടുള്ള മെസ്സേജുകളിൽ ചിലതിനൊക്കെ ഞാൻ റിപ്ലൈ അയക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് കൊണ്ട് ഈ വീഡിയോയിലൂടെ ചെറുതായി ഒന്ന് ആമുഖമായി വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്ത് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ആക്രമണങ്ങളായിക്കോട്ടെ, യുദ്ധമായിക്കോട്ടെ, ചുങ്കം ചുമത്തലായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിൽ അനീതിയുണ്ടോ എന്നതാണ് പ്രാഥമികമായി നമ്മൾ നോക്കുക. ആ അനീതി വിലയിരുത്തുന്നതിനുള്ള വാല്യൂ എന്തൊക്കെയാണ് എന്ന് വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നമുക്കുണ്ടാവും. ഉണ്ടായ സംഭവങ്ങളെ അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ച് നമ്മുടെ അറിവ് വെച്ച് പരിശോധിക്കുക, അടിസ്ഥാന മനുഷ്യനെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കുക, രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേൽ അതിക്രമം നടന്നുവോ എന്ന് നോക്കുക. ഇതൊക്കെ ആധാരമാക്കിയാണ് വിഷയങ്ങളെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുക. ദുർബലന് നേരെ ലോകശക്തികളുടെ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും അതിൽ നമുക്ക് കൃത്യമായ പക്ഷമുണ്ടാകും. ആത്യന്തികമായി യുദ്ധത്തിനെതിരായ നിലപാടും പ്രവർത്തിക്കും. ചിന്തിക്കുമ്പോൾ ഇറാൻ ആക്രമണം US ഇസ്രായേലും ആരംഭിച്ച അന്നു മുതൽ ഈ മാനദണ്ഡങ്ങളൊക്കെ തന്നെയാണ് ഞാനും വീഡിയോകൾക്ക് ആധാരാക്കിയത്. നിഗമനങ്ങൾ രൂപീകരിക്കാനും അവതരിപ്പിക്കാനും വിദഗ്ധരുടെയും അതത് മേഖലകളിൽ ആഴത്തിൽ അറിവുള്ള ആളുകളുടെയും ഒക്കെ അഭിപ്രായങ്ങളെ ആശ്രയിക്കാറും ഉണ്ട്. നിങ്ങൾക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൂടി ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്ന വിധത്തിലാണ് വിവരങ്ങൾ ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്നത് എന്ന് മാത്രം. അതുകൊണ്ട് ഇതുവരെ സ്വീകരിച്ചു വന്ന സമീപനം ഇനിയും തുടരും. വിയോജിപ്പുകളുള്ളവർ തുടർന്ന് അറിയിക്കുക. തെറിവിളികൾ മാത്രമാകുമ്പോൾ അതിന് പിന്നാലെ വരാൻ നിവൃത്തിയില്ല എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ സംഭവം എന്താണ്? പെഷസ്ക്യാൻ അടക്കമുള്ളവരുടേതായി ഇറാനിൽ നിന്ന് വന്ന ഈ ദൃശ്യങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇതിൽ പല റാലികളും നടക്കുന്നതിന് തൊട്ടപ്പുറത്ത് വരെ US ഇസ്രായേലും ആക്രമണം നടത്തിയതിൻ്റെ, ബോംബിംഗ് നടത്തിയതിൻ്റെ വിവരങ്ങളും ഇറാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവിടുത്തെ മനുഷ്യരുടെ ഒരു വിൽ പവർ, നേതൃത്വത്തിൻ്റെ നിശ്ചയദാർഢ്യം, അതൊക്കെ സമ്മതിച്ചു കൊടുക്കേണ്ട സാഹചര്യം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇതെല്ലാം കണ്ടാൽ ട്രംപിന് പ്രകോപനം ഇല്ലാണ്ടിരിക്കില്ലല്ലോ. ഇറാൻ്റെ ഈ യൂറോപ്പിനുള്ള പ്രതികാരം എന്നോണം US ഇസ്രായേലും ആക്രമണം കടുപ്പിച്ച വാർത്തകളാണ് പ്രധാനമായി വരുന്നത്. ഇറാൻ്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായി കണക്കാക്കപ്പെടുന്ന ഖാർഗ് ദ്വീപിൽ കനത്ത ബോംബാക്രമണം നടത്തിയതായി ട്രംപ് തന്നെ അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ൂടെ അവകാശപ്പെട്ടു. ഖാർഗ് ദ്വീപിലെ മുഴുവൻ സൈനിക കേന്ദ്രങ്ങളും തകർത്തു എന്നാണ് ട്രംപ് പറയുന്നത്. അടുത്ത ഘട്ടത്തിൽ റിഫൈനറികളെ നേരിടും എന്നും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇറാൻ്റെ 90% അസംസ്കൃത എണ്ണ കയറ്റുമതിയും നടക്കുന്ന ടെർമിനൽ ഖാർഗ് ദ്വീപിലാണ്. ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ ബോംബാക്രമണം എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള സഞ്ചാരം തടസ്സപ്പെടുത്തിയാൽ ഖാർഗിലെ എണ്ണപ്പാടങ്ങളെയും ലക്ഷ്യമിടും എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിട്ടുണ്ട്. പക്ഷേ ഖാർഗിലെ ആക്രമണം പശ്ചിമേഷ്യയിൽ കടുത്ത ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഇറാൻ്റെ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ US കേന്ദ്രങ്ങൾ തിരിച്ചാക്രമിച്ച് ചാരമാക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ US ഓഹരി പങ്കാളിത്തമുള്ളതോ US സഹകരിക്കുന്നതോ ആയ എണ്ണ കമ്പനികളുടെ എല്ലാ സന്നാഹങ്ങളും തകർത്ത് ചാരമാക്കുമെന്ന് ഇറാൻ സൈനിക വക്താവ് തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു. ഖാർഗ് ദ്വീപിലെ ആക്രമണത്തിൻ്റെ തുടർച്ചയായി ഇറാൻ്റെ പ്രതികാരം ഏത് മട്ടിലായിരിക്കുമെന്ന ആശങ്ക GCC രാജ്യങ്ങളെ അടക്കം ഇതോടെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇറാൻ കനത്ത തിരിച്ചടികൾ ഏൽപ്പിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് നിലവിലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല ആക്രമണങ്ങളും. എന്നാൽ US അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇറാഖിന് മുകളിൽ തകർന്നു വീണ US സൈനിക വിമാനത്തെ ചൊല്ലിയാണ് ഒടുവിലത്തെ തർക്കം. ഇറാനെതിരായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നീക്കത്തിൻ്റെ ഭാഗമായ വിമാനമാണ് തകർന്നു വീണത്. വിമാനം ഇറാൻ വെച്ചിട്ടതാണെന്ന് ഇറാൻ സൈനിക വക്താവ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ വെടിവെപ്പിലല്ല തകർന്നത് എന്നും സ്വയം തകർന്നതാണ് എന്നുമാണ് US അവകാശവാദം. ഇറാൻ ആക്രമണം ആരംഭിച്ച
ആക്രമിച്ചതിന് ശേഷം US നഷ്ടമാകുന്ന 4ാമത്തെ വിമാനമാണിത്. ഇതിനു മുമ്പ് US-ന്റെ 3F-15E വിമാനങ്ങൾ കുവൈത്തും അബദ്ധത്തിൽ വെടിവെച്ചിട്ടിരുന്നു. അതിനിടെ മുജ്തബ ഖമനേയി ഇറാൻ ടെലിവിഷനിലൂടെ പ്രസ്താവന നടത്തിയതിനു ശേഷം മുജ്തബയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ചൂടുപിടിച്ചിട്ടുണ്ട്. മുജ്തബ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുകയാണെന്നും ഇപ്പോൾ വെറും പാവയായി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടാതെ പ്രസ്താവന അവതാരകരെ കൊണ്ട് വായിപ്പിച്ചത് ഈ സാഹചര്യത്തിലാണ് എന്നും അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു. എന്നാൽ മുജ്തബയ്ക്ക് ഏറ്റ പരിക്ക് അയാളുടെ ശരീരം തിരിച്ചറിയാൻ കഴിയാത്ത വിധം രൂപമാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന അവകാശവാദവുമായി US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും രംഗത്തെത്തി. US-ഇസ്രായേൽ സംയുക്ത ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ നേതൃത്വം ഒളിവിൽ പോയി. മുജ്തബ കോമയിലാണ്. ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ അദ്ദേഹത്തിന് ഒരു കാൽ നഷ്ടപ്പെട്ടു എന്നൊക്കെ US മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് പീറ്റ് ഹെക്സത്തിന്റെ അവകാശവാദം. ഞങ്ങൾക്കറിയാം, പുതിയ പരമോന്നത നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന അയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. തിരിച്ചറിയാനാകാത്ത വിധം രൂപമാറ്റം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ ശബ്ദമോ ദൃശ്യങ്ങളോ ഇല്ല. അത് കേവലം എഴുതി തയ്യാറാക്കിയ പ്രസ്താവന മാത്രമായിരുന്നു. ഇറാന് ധാരാളം ക്യാമറകളും ശബ്ദം റെക്കോർഡ് ചെയ്യാനുള്ള അനവധി സംവിധാനങ്ങളും ഉണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് എഴുതി തയ്യാറാക്കിയ പ്രസ്താവന? അയാൾ ഭയന്നിരിക്കുന്നു. അയാൾക്ക് പരിക്കേറ്റു, ഒളിവിലാണ്. എന്നാൽ ഗുരുതര പരിക്കേറ്റ മുസ്തബ ടെഹ്റാനിലെ സിന യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന് ഹെക്സത്തിന്റെ പ്രസ്താവനയ്ക്ക് മുമ്പ് കഴിഞ്ഞ ദിവസം ദി സൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ടെലിവിഷനിലൂടെ പ്രസ്താവന നടത്തി ഇറാനിലെ ജനതയ്ക്ക് ആത്മവിശ്വാസം കൂടി പകർന്നതോടെ US-ഉം ഇസ്രായേലും പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് ഹെക്സത്തിൻ്റെയും നിലപാട് പ്രഖ്യാപനം. ഇത്രയൊക്കെ ആക്രമണം നടത്തിയിട്ടും ഇറാനിൽ ലക്ഷ്യത്തിൻ്റെ 7 അയലത്ത് എത്തിയില്ല US-ഉം ഇസ്രായേലും എന്നത് ചർച്ച ചെയ്യപ്പെടുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ രൂപപ്പെട്ടു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇരു രാജ്യങ്ങളുടെയും പ്രധാന നേതാക്കൾ തന്നെ പ്രചാരണ യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അന്തം വിട്ട ട്രംപ് എന്ത് ചെയ്യും എന്നത് പറഞ്ഞതുപോലെയാണ് നിലവിലെ അവസ്ഥ. ഇറാനിൽ ആവത് നോക്കിയിട്ടും കുറേ പേരെ കൊല്ലാനും കെട്ടിടങ്ങളും കപ്പലുകളും തകർക്കാനും കഴിയുന്നുണ്ട്. പക്ഷേ ഇറാന്റെ ഐഡന്റിറ്റിക്ക് ഒരു പോറൽ ഏൽപ്പിക്കാൻ ആയിട്ടില്ല എന്നാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. US-നെ കൂടി ഇറാൻ യുദ്ധത്തിൽ കുരുക്കിയ നെതന്യാഹു ഇപ്പോൾ ട്രംപിന് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. തൽക്കാലം ഇറാനിൽ വലിയ ആക്രമണങ്ങൾ നടത്തി മുഖം രക്ഷിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. ട്രംപാണെങ്കിൽ അന്തം വിട്ട ചെയ്ത്തുകളിലാണ്. അതിൽ ഒടുവിലത്തെ ചെയ്ത്ത് ഇന്ത്യക്കെതിരായിട്ട് കൂടിയാണ്. ഇന്ത്യ ഉൾപ്പെടെ 60ഓളം രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഭരണകൂടം അനധികൃത കയറ്റുമതി നേട്ടം ആരോപിച്ച് അന്വേഷണം ആരംഭിച്ചു. ഇന്ത്യ, ചൈന, യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുമായി പുതിയ തർക്കങ്ങൾക്ക് വഴിവെക്കുന്ന അന്വേഷണമാണ് പ്രഖ്യാപിച്ചത്. ഈ സാഹചര്യത്തിൽ US-ഉമായുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിൽ തൽക്കാലം ഒപ്പുവെക്കേണ്ടതില്ല എന്ന് ഇന്ത്യ തീരുമാനിച്ചു എന്നാണ് വിവരം. വ്യാപാര കരാറിന്റെ ഭാഗമായി ഇന്ത്യക്ക് മേലുള്ള തീരുവ 50-ൽ നിന്ന് 18% കുറച്ചിരുന്നു. US സുപ്രീം കോടതി ട്രംപിന്റെ പകരം തീരുവ അസാധുവാക്കിയതോടെ ഇന്ത്യക്കും ഇപ്പോൾ കരാറില്ലാതെ തന്നെ 10% മാത്രമേ ഉള്ളൂ. എന്നാൽ കരാർ വന്നാൽ എന്താകുമെന്ന അനിശ്ചിതത്വം കൂടി ഇതിന്റെ സാഹചര്യത്തിൽ പ്രധാനമാണ്. അതിനിടെയാണ് US-ന്റെ അന്വേഷണം. ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ്, കംബോഡിയ, പാകിസ്ഥാൻ, വിയറ്റ്നാം, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ 60 രാജ്യങ്ങൾക്കെതിരെയാണ് അന്വേഷണം. ഇത്തരം അന്വേഷണത്തിന്റെ പേരിൽ നേരത്തെ ചുമത്തിയ പകരം തീരുവ പുനഃസ്ഥാപിക്കാനുള്ള തന്ത്രമാണ് ട്രംപ് പയറ്റുന്നത് എന്നാണ് ഉയരുന്ന വിലയിരുത്തൽ. അതിനിടെ ഇത്രയൊക്കെ ആക്രമിച്ചിട്ടും ഇറാൻ ഒലയാതെ നിൽക്കുന്നതിന് പിന്നിൽ എന്താണ് കാരണം എന്ന് US-ന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ചൈനയും റഷ്യയും ഇറാനോടൊപ്പം ഉണ്ട് എന്ന അവരുടെ പിന്തുണ പ്രഖ്യാപനം പരസ്യമായിരുന്നു എങ്കിലും യുദ്ധത്തിൽ സഹായിക്കുന്നു എന്ന് ഇതുവരെ പരസ്യമായ പ്രഖ്യാപനം വന്നിട്ടില്ല. എന്നാൽ റഷ്യ യുദ്ധത്തിൽ ഇറാനെ നേരിട്ട് സഹായിക്കുന്നുണ്ടോ എന്ന സംശയം ട്രംപ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു റേഡിയോ അഭിമുഖത്തിൽ ട്രംപ് നടത്തിയ പരാമർശമാണ് പുതിയ വാർത്തകൾക്ക് അടിസ്ഥാനം. ഇറാനെ റഷ്യൻ പ്രസിഡന്റ് ചെറിയ തോതിൽ സഹായിക്കുന്നുണ്ടാകാം എന്നാണ് ട്രംപ് അഭിമുഖത്തിൽ പറഞ്ഞത്. US യുക്രൈനെ സഹായിക്കുന്നുണ്ട് എന്ന് പുടിനും അറിയാം. അത് ശരിയുമാണ്. ചൈനയും ഇതേ കാര്യമാണ് പറയുന്നത്. എന്നാൽ ഇറാനെ റഷ്യൻ പ്രസിഡന്റ് ഈ സാഹചര്യത്തിൽ സഹായിക്കുന്നുണ്ടാകാം എന്നാണ് ട്രംപിന്റെ സിദ്ധാന്തം. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപും പുടിനും ടെലിഫോൺ ചർച്ച നടത്തിയതായും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ലോകമാകെ US-നും ഇസ്രായേലിനും അനുകൂലമായി നിൽക്കുകയല്ല. ഇറാൻ ആക്രമണത്തിൽ ഏകപക്ഷീയമായ ഒരു അധിനിവേശ സ്വഭാവത്തിലുള്ള കടന്നാക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് എത്തുകയാണ്. മറ്റു പലയിടത്തും നടന്നതുപോലെ അതിൻ്റെ തുടർച്ചയായി അവർ തകർന്നു വീണില്ല. ഇറാൻ ആവും പോലെയൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അവിടുത്തെ ഭരണകൂടത്തെയോ രാജ്യത്തെയോ അവരുടെ ആത്മവിശ്വാസത്തെയോ കെടുത്താൻ ഇരു കൂട്ടർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആക്രമണം തുടരുന്നുണ്ട്. തിരിച്ചാക്രമണത്തിന് ഇറാനും ശ്രമിക്കുന്നുണ്ട്. മരണവും നാശനഷ്ടവും വരുത്താൻ US-നും ഇസ്രായേലിനും
കഴിയുന്നുമുണ്ട്. പക്ഷെ തിരിച്ചടികൾക്ക് ഇറാൻ മടിക്കുന്നില്ല. ഇറാനിൽ എന്തൊക്കെ ആഭ്യന്തര വിയോജിപ്പുകൾ പുറത്തു നിൽക്കുന്ന രാജ്യങ്ങൾക്കുണ്ടെങ്കിലും അവരുടെ പരമാധികാരത്തിന്മേൽ കയറി നടത്തുന്ന ആക്രമണം നീതിപൂർവകമല്ല എന്ന് ലോകം ആഴത്തിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് US-ന് കിട്ടിക്കൊണ്ടിരുന്ന പിന്തുണയിലുണ്ടായിരിക്കുന്ന ഇടിവ്. യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നീ നാട്ടിലെ കാര്യം പറയടാ എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ പോലും വാളെടുത്തവർ ഉണ്ടായിരുന്നു. എന്നാൽ അവർ പോലും ഗ്യാസ് ഇല്ല, യുദ്ധം പ്രശ്നമാണല്ലേ എന്ന തിരിച്ചറിവിൽ എത്തിയ, യുദ്ധവിരുദ്ധ പ്രസംഗം നടത്തുന്നവരെ പരിഹസിച്ച് നടന്നവർ സ്വയം പരിഹാസ്യരായി നിൽക്കുന്ന, നാടിന് മുന്നിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. യുദ്ധം അത് ലോകത്തിൻ്റെ ഏതു കോണിലായാലും നാളെ നമ്മുടെ അടുക്കളയിൽ പോലും വിസ്ഫോടനങ്ങൾ ഉണ്ടാക്കും എന്നതിൻ്റെ വർത്തമാന തെളിവാണ് ഈ അനുഭവം. അതുകൊണ്ട് ഇറാൻ യുദ്ധത്തിനെതിരായ വികാരം നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടുത്തെ ഒരു എതിർവികാരം ന്യൂയോർക്കിലൂടെ ഒരു കൊടുങ്കാറ്റായി മാറിയേക്കും. ട്രംപിന് പുനർവിചിന്തനം അങ്ങനെയെങ്കിലും ഉണ്ടാകട്ടെ, ഗതികെട്ടെങ്കിലും യുദ്ധം അവസാനിപ്പിക്കട്ടെ. യുദ്ധക്കുതിയന്മാർ മുട്ടുമടക്കുക തന്നെ ചെയ്യും. നല്ല കാലം വരും. നന്ദി, നമസ്കാരം.